751 രാവ്. അവൾ പറഞ്ഞു, കീർത്തിമാനായ രാജാവേ, രാജാവിന്റെ പത്നി ഇപ്രകാരം പറഞ്ഞു, സത്യമായും ഈ പക്ഷി പേർഷ്യൻ രാജാവായിരുന്ന ഷഹരിമാന്റെ പുത്രൻ ബദർ ബാസിം രാജാവാണ്. ജലകന്യകയായ ജുൽനാർ ആണവന്റെ അമ്മ. അൽ സമന്തർ രാജാവിന്റെ പുത്രി ജൗഹാര രാജകുമാരി ആഭിചാരം ചെയ്ത് രൂപം മാറ്റിയതാണ്. പിന്നെ ബദർ ബാസിം രാജാവിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം തുടക്കം മുതൽ അവസാനം വരെ അവൾ അദ്ദേഹത്തെ പറഞ്ഞു ധരിപ്പിച്ചു. തന്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ട് രാജാവ് വല്ലാതെ വിസ്മയിച്ചു പോയി. ആഭിചാര കർമ്മത്തിലൂടെ ബദറിനെ സ്വതന്ത്രനാക്കാൻ രാജാവ് ഭാര്യയോട് ആവശ്യപ്പെട്ടു. അവനെ അങ്ങനെ പീഡനം അനുഭവിപ്പിക്കരുത്. സർവശക്തനായ അള്ളാഹ് വൃത്തികെട്ട ദുർമന്ത്രവാദിനിയായ ജൗഹാരയുടെ കൈ വിച്ഛേദിക്കട്ടെ. എത്ര നിസാരമാണ് അവളുടെ ഈശ്വരഭക്തി, എന്നാൽ എത്ര ഭയങ്കരമാണ് അവളുടെ കാപട്യവും വിശ്വാസവഞ്ചനയും. രാജ്ഞി പറഞ്ഞു, നിങ്ങൾ അവനോട് ഇപ്രകാരം ആവശ്യപ്പെടുമോ? അല്ലയോ ബദർ, ആ മുറിയിലേക്ക് കടന്നു ചെല്ലൂ. രാജാവ് അപ്രകാരം ഉത്തരവ് കൊടുത്തപ്പോൾ അവൻ അനുസരണയോടെ പോയി. അപ്പോൾ രാജ്ഞി ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി കയ്യിൽ ഒരു കപ്പ് വെള്ളവും എടുത്ത് ആ മുറിയിലേക്ക് പ്രവേശിച്ചു. പിന്നെ അവൾ ആ വെള്ളത്തിനോട് അജ്ഞാതമായ ഭാഷയിൽ ചില വാക്കുകൾ മന്ത്രിച്ചു. അതിന്റെ അവസാനം ഇപ്രകാരമായിരുന്നു: സർവ്വശക്തനും സൃഷ്ടികർത്താവുമായ അള്ളാഹയുടെ നന്മയാൽ നീ ഇപ്പോഴത്തെ ഈ രൂപം ഉപേക്ഷിച്ച് ഈശ്വരൻ നിന്നെ സൃഷ്ടിച്ച യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരിക. അവൾ ഈ വാക്കുകൾ പറഞ്ഞു തീരുമ്പോഴേക്കും പക്ഷി ഒന്ന് പിടഞ്ഞു ഒരു മനുഷ്യനായി രൂപാന്തരപ്പെട്ടു. തന്റെ മുന്നിൽ നിൽക്കുന്ന സുന്ദര യുവാവിനെ രാജാവ് മിഴിച്ചു നോക്കി. ഭൂമിയിൽ ഇവനേക്കാൾ സുന്ദരനായ മറ്റാരുമില്ല. താൻ സ്വന്തം രൂപം പ്രാപിച്ചെന്ന് കണ്ട ബദർ ബാസിം ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലാഹ് അല്ലാതെ മറ്റൊരു ദൈവമില്ല. മുഹമ്മദ് ആണ് ദൈവത്തിന്റെ പ്രവാചകൻ. സർവ്വശക്തനായ ജഗദീശ്വരനെ ഞാൻ നമിക്കുന്നു. പിന്നെ അവൻ രാജാവിന്റെ കയ്യിൽ ചുംബിച്ച് അദ്ദേഹത്തിന് ദീർഘായുസ് ആശംസിച്ചു. രാജാവ് അവന്റെ മൂർധാവിൽ ചുംബിച്ചു പറഞ്ഞു, അല്ലയോ ബദർ ബാസിം, മാന്ത്രിക വലയത്തിൽ നിന്നും അള്ളാഹ് നിന്നെ രക്ഷിച്ചു. നിന്റെ ചരിത്രം തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് പറഞ്ഞു തരൂ. അങ്ങനെ തന്റെ ചരിത്രം മുഴുവൻ ബദർ അദ്ദേഹത്തെ കേൾപ്പിച്ചു, ഒന്നും മറക്കാതെ. രാജാവ് അത് കേട്ട് ആശ്ചര്യത്തോടെ ചോദിച്ചു, അല്ലയോ ബദർ ബാസിം, അള്ളാഹ് നിന്നെ മന്ത്രവലയത്തിൽ നിന്നും രക്ഷിച്ചു. എന്നാൽ നിന്റെ തീരുമാനം എന്താണ്? നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? അല്ലയോ രാജാവേ, അങ്ങയുടെ ഔദാര്യം എനിക്ക് ആവശ്യമാണ്. അങ്ങ് എനിക്ക് ഒരു കപ്പൽ നിറയെ അങ്ങയുടെ ആളുകളെ കയറ്റി ആവശ്യമുള്ള ഉപകരണങ്ങളോടൊപ്പം എന്നോടൊപ്പം നാട്ടിലേക്ക് അയക്കണം. ഞാൻ നാടുവിട്ട് പോന്നിട്ട് ദീർഘകാലമായതിനാൽ എൻ്റെ അസാന്നിധ്യത്തിൽ ആരെങ്കിലും എൻ്റെ രാജ്യം തട്ടിയെടുത്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എന്നെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ എൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്നൊന്നും അമ്മയ്ക്കറിയാത്തതിനാൽ എൻ്റെ സംശയം കൂടുതൽ ബലപ്പെട്ടു വരുന്നു. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത് അനുവദിച്ചു തന്ന് എന്നെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് രാജാവേ. സുന്ദരനായ ബദർ ബാസിമിന്റെ മധുരമായ സംസാരം ശ്രദ്ധിച്ചിരുന്ന രാജാവ് മറുപടി നൽകി, നിന്റെ ഇഷ്ടം പോലെ. അങ്ങനെ ഒരു കപ്പലിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവൻ കയറ്റി, നിറയെ ഭൃത്യന്മാരെയും. ബദർ ബാസിം രാജാവിനോട് വിട പറഞ്ഞു. ആ കപ്പൽ യാത്ര ആരംഭിച്ചു. അനുകൂലമായ കാറ്റിന്റെ സഹായത്താൽ അവർ 10 ദിവസം പിന്നിട്ടു. എന്നാൽ 11ാം നാൾ കടൽ കലുഷിതമാകാൻ തുടങ്ങി. ഭയങ്കര കോളിളക്കം. ആടി ഉലയുന്ന കപ്പലിനെ നിയന്ത്രിക്കാൻ കപ്പൽ ജോലിക്കാർക്കായില്ല. അങ്ങനെ തിരമാലകളുടെ ദയയ്ക്ക് കീഴടങ്ങി ആ കപ്പൽ നീങ്ങിക്കൊണ്ടിരുന്നു. ഒടുവിൽ കടലിൽ ഉയർന്ന ഒരു പാറയിൽ ഇടിച്ച് അത് തകർന്ന് തരിപ്പണമായി. ബദർ ബാസിം ഒഴിച്ചു മറ്റുള്ളവരെല്ലാം കടലിൽ മുങ്ങി മരിച്ചു. അയാൾക്ക് കപ്പലിൽ നിന്നും അടർന്നുപോയ ഒരു പലകയിൽ പിടികൂടാൻ കഴിഞ്ഞു. കൊടുങ്കാറ്റും തിരമാലയും 3 ദിവസം മുഴുവൻ ശക്തമായി അടിച്ച് കൊണ്ടിരുന്നതിനാൽ താൻ എങ്ങോട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്നും ബദറിന് പിടികിട്ടിയില്ല. 4ാം ദിവസം അയാൾ ഒരു തീരത്തണഞ്ഞു. അവിടെ വെളുത്ത ഒരു നഗരവും ബാസിം കണ്ട്. ഒരു വെള്ളപ്രാവ് പോലുണ്ട്. കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു കരയാണത്. നാവ് പോലെ തോക്കുകളും പീരങ്കികളും ചുറ്റും ഉറപ്പിച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു. അതിന്റെ ഉയർന്നു നിൽക്കുന്ന ടവറുകളിലും വൻ മതിലുകളിലും തിരമാലകൾ അടിച്ച് ചിന്നിച്ചിതറുന്നു. ഈ നഗരം കണ്ടപ്പോൾ ബദർ ബാസിന് വളരെ സന്തോഷമായി. കാരണം വിശപ്പും ദാഹവും മൂലം അയാൾ ചാകാറായിരുന്നു. മരപ്പലകയിൽ നിന്ന് താഴെ ഇറങ്ങി നഗരത്തിലേക്ക് പോകാനായി കരയിൽ കയറി. എന്നാൽ ഒരു കൂട്ടം കഴുതകളും കോവർ കഴുതകളും കുതിരകളും വന്ന് തടഞ്ഞ് മുന്നോട്ട് നീങ്ങാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് അയാൾ നീന്തി ചെന്ന് നഗരത്തിന്റെ പിൻവശത്തെത്തി. അവിടെ ഒറ്റ മനുഷ്യനെയും കാണാതായതിനാൽ അവൻ അത്ഭുത സ്തബ്ധനായി നിന്നുപോയി. അയാൾ സ്വയം പറഞ്ഞു, ആരുടേതാണ് ഈ നഗരമെന്ന് എങ്ങനെ അറിയാനാണ്? ഇവിടെ രാജാവിനെയോ നാടുവാഴിയോ ഒന്നും കാണാനില്ല. എങ്ങനെയാണ് എന്നെ തടഞ്ഞ് കഴുതകളും കോവർ കഴുതകളും ഇവിടെ എത്തിയത്? അയാൾ ഇക്കാര്യത്തെക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചു. പിന്നെ ഭാഗ്യം പരീക്ഷിക്കാമെന്ന മട്ടിൽ നടക്കാൻ തുടങ്ങി. കുറച്ച് നടന്നപ്പോൾ ഒരു പലചരക്ക് കട നടത്തുന്ന വൃദ്ധൻ വ്യാപാരി ഇരിക്കുന്നത് കണ്ടു. അയാൾ വൃദ്ധനെ സലാം ചെയ്തു. വൃദ്ധൻ സലാം തിരിച്ചു നൽകി. സുന്ദരനായ ആ യുവാവിനോട് പറഞ്ഞു, അല്ലയോ യുവാവേ, എവിടെ നിന്നാണ് നീ വരുന്നത്? ഈ നഗരത്തിൽ എന്തിനാണ് വന്നത്? ബദർ തന്റെ കഥ പറഞ്ഞു. വൃദ്ധൻ അത് കേട്ട് ഭയങ്കര വിസ്മയത്തോടെ ചോദിച്ചു, നീ വരുന്ന വഴിക്ക് എന്തെങ്കിലും കണ്ടിരുന്നുവോ? തീർച്ചയായും എൻ്റെ അമ്മാവ, കുതിരകളും കഴുതകളും മാത്രമുള്ള വിജനമായ ഒരു നഗരം കണ്ട് ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടുപോയി. എൻ്റെ മോനെ, കടയ്ക്കുള്ളിലേക്ക് വരൂ, അല്ലെങ്കിൽ നീ നശിച്ചു പോകും. അങ്ങനെ ബദർ ബാസി കടയ്ക്കുള്ളിൽ ചെന്നിരുന്നു. വൃദ്ധൻ അയാൾക്ക് മുന്നിൽ എന്തോ ഭക്ഷണ സാധനങ്ങൾ നിരത്തിക്കൊണ്ട് പറഞ്ഞു, ആ പിശാച് മന്ത്രവാദികളിൽ നിന്നും നിന്നെ കടയ്ക്കുള്ളിലേക്ക് കടത്തിവിട്ട സർവേശ്വരന് സ്തുതി. കച്ചവടക്കാരന്റെ വാക്കുകൾ കേട്ട് ബദർ ബാസിം രാജാവ് വല്ലാതെ ഭയപ്പെട്ടു. എന്നാലും വയറു നിറയെ അയാൾ ഭക്ഷണം കഴിച്ച് കൈ കഴുകിയ ശേഷം ആതിഥേയനോട് ചോദിച്ചു, എൻ്റെ പ്രഭോ, ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്? സത്യമായും ഈ നഗരത്തെയും അതിലെ ജനങ്ങളെയും കുറിച്ച് നിങ്ങൾ എൻ്റെ മനസ്സിൽ ഭീതി ഉയർത്തിയിരിക്കുന്നു. എൻ്റെ മകനെ, നിനക്കറിയാമോ, മാന്ത്രികരുടെ നഗരമാണിത്. ഇതിൻ്റെ രാജ്ഞി ഒരു പിശാചി സ്ത്രീയാണ്, കരുത്തുറ്റ ഒരു ആഭിചാരിണി, ഭയങ്കരമായ രീതിയിൽ നിർബന്ധവാദം നടത്താൻ ശക്തിയുള്ളവൾ. നീ കണ്ട ആ കുതിരകളും കഴുതകളുമെല്ലാം ഒരു കാലത്ത് നിന്നെ പോലെയും എന്നെ പോലെയും ഉള്ള മനുഷ്യസന്തതികൾ ആയിരുന്നു, അന്യദേശക്കാർ. നിന്നെ പോലുള്ള യുവാവാണ് ഇവിടെ വന്നുപെടുന്നതെങ്കിൽ ഈ ദുഷ്ടമന്ത്രവാദിനെ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി 40 ദിവസം താമസിപ്പിക്കുന്നു. അതിനുശേഷം ദുർമന്ത്രവാദത്തിലൂടെ അവനെ കുതിരയോ കഴുതയോ ആക്കി മാറ്റുന്നു. കടൽ തീരത്ത് നീ കണ്ടത് ഇവരെയാണ്. അപ്പോഴേക്ക് നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹരസാദ് മനസ്സിലാക്കി.